ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ജോർജ് എന്നാണ്. ഞാൻ മാർച്ച് 31, 2024 റിട്ടയർ ചെയ്തു. 30 കൊല്ലമായിട്ട് ടീച്ചിങ് പ്രൊഫഷനിലാണ്. എൻ്റെ സബ്ജക്റ്റ് ബോട്ടണി, +1 +2 നീറ്റ് എക്സാം, തിയറി എൻട്രൻസ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. ഇതെൻ്റെ പുതിയ ചാനലാണ്. ഇതിൻ്റെ പേര് എയ്സ് ബൊട്ടൈൻ എന്നാണ്. ഇതാണ് ഇതിലെ ഫസ്റ്റ് എപ്പിസോഡ്. എനിക്ക് ഓൾറെഡി വേറൊരു ചാനലുണ്ട്. അതിൻ്റെ പേര് ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക്. അതിൽ 2 എപ്പിസോഡ് ഓൾറെഡി കഴിഞ്ഞു. ഒന്ന് 4+1 വീൽസ് ഓഫ് എ കാറും, 2 ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും അതിൻ്റെ ഒരു കമ്പാരിസൺ സ്റ്റഡിയാണ് രണ്ടാമത്തെ എപ്പിസോഡ്. അടുത്ത എപ്പിസോഡ് ഈ ആഴ്ചയിൽ തന്നെ ഇടുന്നതാണ്. ഓരോ ആഴ്ചയും ഓരോ എപ്പിസോഡ്, ജനറൽ ചാനലാണെങ്കിലും സബ്ജക്റ്റീവ് ചാനലാണെങ്കിലും. ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സബ്ജക്റ്റീവ് ചാനൽ എയ്സ് ബൊട്ടൈൻ. അതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. ബാക്കിയുള്ള ഡിസ്ക്രിപ്ഷൻസ് മുഴുവൻ ഞാനത് ഡിസ്ക്രിപ്ഷൻ ചാനൽ ഏരിയയിൽ ഇടാം. അപ്പം നിങ്ങൾക്കത് പെട്ടെന്ന് വായിക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ ഈ റെസ്പിറേഷൻ പ്ലാന്റ്സിലേക്ക് കയറാം. ഇപ്പോൾ റെസ്പിറേഷൻ പ്ലാന്റ്സ്, ഞാൻ അതിൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. സ്ക്രീൻ വന്നിട്ടുണ്ടാവും. സ്ക്രീൻ വന്നിട്ടുണ്ട്. നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഈ റെസ്പിറേഷൻ പ്ലാന്റ്സിന് 4 എപ്പിസോഡ് എന്തായാലും വേണം. അതിന് ഞാൻ നമ്പർ ചെയ്തിട്ടുള്ളത് 1, 2, 3, 4. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെയിൻ ടോപ്പിക്ക് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ആൻഡ് ഗ്ലൈക്കോലൈസിസ് പറഞ്ഞൊരു ഏരിയ. അടുത്തതിൽ ഫെർമെൻറ്റേഷൻ ലിങ്ക് റിയാക്ഷൻ, പിന്നത്തേൽ ക്രെബ്സ് സൈക്കിൾ, നാലാമത്തേൽ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ചാപ്റ്റർ. അപ്പം നമുക്കിതിലേക്ക് കയറാം. ഇൻട്രൊഡക്ഷൻ ആൻഡ് ഗ്ലൈക്കോലൈസിസ്. എന്താണ് റെസ്പിറേഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റെസ്പിറേഷൻ എന്ന വാക്ക് റെസ്പിറേറെ എന്നൊരു വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ മീനിങ്, അത് നമ്മൾ ഇംഗ്ലീഷിലാക്കുമ്പോൾ റെസ്പിറേഷൻ, അതിൻ്റെ മീനിങ് ടു ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട്. എന്താണ് മെയിൻ എയിം ഓഫ് റെസ്പിറേഷൻ? മെയിൻ എയിം ഈസ് ടു റിലീസ് എനർജി. ഈ എനർജി റിലീസ് ചെയ്യാൻ എന്ത് പ്രൊസീജിയറാണ് അവിടെ നടക്കുക? അവിടെ നടക്കുന്നത് കാർബൺ കാർബൺ ബോണ്ട്സ് ഓഫ് ദ ഫുഡ് ഐറ്റംസ്, ഓർഗാനിക് കെമിക്കൽസ്, അത് ബ്രേക്ക് ചെയ്ത് അതിൽ നിന്നും ATP റിലീസ് ചെയ്യുക. അത് ഓക്സിഡേഷൻ വഴിയാണ് നടക്കുക. അത് NCERT ലൈനാണ്. നമ്മൾ ബേസിക്കായിട്ട് NCERT ആണ് സ്ട്രെസ് ചെയ്യേണ്ടത്. കാർബൺ കാർബൺ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ATP റിലീസ് ചെയ്യുക ബൈ ഓക്സിഡേഷൻ. ഏതാണ് എനർജി കറൻസി? എനർജി കറൻസി ഈസ് ATP അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഇനി നമ്മൾ റെസ്പിറേഷനിൽ പറഞ്ഞു ഓക്സിഡേഷൻ ആണ്. അപ്പോൾ സബ്സ്റ്റൻസസ് വിച്ച് അണ്ടർഗോ കെമിക്കൽ റിയാക്ഷൻ ഈസ് കോൾഡ് സബ്സ്ട്രേറ്റ്. അപ്പോൾ ഏതൊക്കെയാണ് ഈ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റൻസസ് വിച്ച് വിൽ അണ്ടർഗോ റെസ്പിറേഷൻ. അത് 3 മെയിനായിട്ട് വരെ നമ്മൾ പിന്നീട് കാണും. അപ്പോൾ ഒരു സംശയം ഡെവലപ്പ് ചെയ്യുന്നത് പ്ലാന്റ്സ് ബ്രീത്ത് ചെയ്യോ? NCERT കൃത്യമായിട്ട് പറയുന്നുണ്ട് പ്ലാന്റ്സ് വിൽ ബ്രീത്ത്. പക്ഷേ അവർക്ക് നമ്മുടെ പോലെയോ ഫിഷസിൻ്റെ പോലെയോ ഒരു റെസ്പിറേറ്ററി സ്ട്രക്ചർ ഇല്ല എന്ന് പറഞ്ഞ അർത്ഥം, ഇപ്പം നമ്മളിലെ ഹ്യൂമൻസിലെ ലങ്സ്, ഫിഷസിലെ ഗിൽസ് എന്ന പ്ലാന്റ്സിൽ അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല. അതെന്താ കാരണം? അതൊരു NCERT ക്വസ്റ്റ്യൻ ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ, തിയറി ആയാലും എൻട്രൻസ് ആയാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കൂടിയാണ്. പിന്നെ പല റീസൺസ് അവർ പറഞ്ഞിട്ടുണ്ട് ബുക്കിൽ, NCERT-യിൽ. ഇതിലൊന്ന്, പ്ലാന്റ്സിന് മെറ്റാബോളിക് റേറ്റ് കമ്പയറിംഗ് വിത്ത് അനിമൽ സൈഡ് ഈസ് ലെസ്. അതുകൊണ്ട് തന്നെ എനർജി റിക്വയർമെൻറ്റ് ലെസ്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിക്രീസ് നമുക്ക് ഓക്സിഡേഷനിലും അല്ലെങ്കിൽ റെസ്പിറേഷനിലും കാണാം. വലിയ വലിയ മരങ്ങൾ, അതിൻ്റെ മെയിൻ ഭാഗം, നമ്മളെ വുഡ് എന്ന് പറഞ്ഞ ഭാഗം ഡെഡാണ്. പ്ലാന്റ് വലുപ്പമുണ്ടെങ്കിലും മെയിൻ പാർട്ട് ഡെഡാണ്. അപ്പോൾ വീണ്ടും ATP റിക്വയർമെൻറ്റ് കുറഞ്ഞു.
ഇനി ഓക്സിജൻ അവർക്ക് പ്ലാന്റ്സിന് വേണമെങ്കിൽ ഈസി ആയിട്ട് കിട്ടും. ഫോട്ടോസിന്തസിൽ ഓക്സിജൻ റിലീസ് ഉണ്ട്. അപ്പോൾ ഇത്തരം ഇത് കുറച്ച് ഇനിയുണ്ട് 8-10 റീസൺസ് വേണമെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ. 3-4 പറഞ്ഞെന്ന് മാത്രം. അതുകൊണ്ടാണ് മെയിനായിട്ട് ഒരു ലങ്സ് പോലെയോ ഗിൽസ് പോലെയോ ഒരു സ്ട്രക്ചർ നമുക്ക് പ്ലാന്റ്സിൽ കാണാൻ പറ്റാത്തത്. ഇനി അവർക്ക് എക്സ്ചേഞ്ച് നടത്തണമെങ്കിൽ അവരിൽ സ്റ്റൊമാറ്റ ഉണ്ട്, ലെൻറ്റിസെൽ ഉണ്ട്. അപ്പോൾ അതും ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഇഷ്യൂ അല്ല. ഇനി എന്താണ് ഇക്വേഷൻ ഫോർ റെസ്പിറേഷൻ? തിയറി ക്വസ്റ്റ്യൻ ആണ്. C6H12O6 plus 6O2 gives rise to 6CO2 plus 6H2O plus energy. ഈ പേജിൽ നമ്മൾ കാണുന്നത് ഇൻട്രഡക്ഷനും ഗ്ലൈക്കോലൈസിസും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും അതിലെന്താണ് നടക്കണേ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് അടുത്ത പേജിലേക്ക് കിടക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ. പല സയൻറ്റിസ്റ്റുകളും പല ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് കൊടുത്തിട്ടുള്ളത്, പല സയൻറ്റിസ്റ്റുകളും. അപ്പോൾ ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ പറയുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് രണ്ടെണ്ണം നമുക്കുള്ളത് എയറോബിക് റെസ്പിറേഷൻ ആൻഡ് അനൈറോബിക് റെസ്പിറേഷൻ. വേറെ പല കുറേ ടൈപ്പ് ഉണ്ട്, നമ്മൾ ഒന്നെണ്ണം കാണും. ഏറ്റവും കോമൺ എയറോബിക് ആൻഡ് അനൈറോബിക്. ഇനി വാട്ട് ഈസ് കോമൺ പാത്വേ? കോമൺ പാത്വേൻ്റെ അർത്ഥം നമുക്കറിയാം, പൊതുവായിട്ടുള്ള ഒരു വഴി. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? കോമൺ പാത്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that series of reaction is common to both aerobes and anaerobes. എയറോബ്സിനും അനൈറോബ്സിനും കോമൺ ആയിട്ടുള്ള ഒരു സീരീസ് ഓഫ് റിയാക്ഷൻ ആണ് കോമൺ പാത്വേ. അപ്പോൾ നിങ്ങൾക്ക് സംശയം വരും, ഏതാണ് ഈ കോമൺ പാത്വേ? അത് മറ്റൊന്നുമല്ല, നമ്മുടെ അടുത്ത ഹെഡിങ് തന്നെയാണ്, ദാറ്റ് ഈസ് ഗ്ലൈക്കോലൈസിസ്. ഇനി ഗ്ലൈക്കോലൈസിസ് ആണ് നമ്മുടെ ഫസ്റ്റ് മെറ്റബോളിക് സീരീസ് ഓഫ് റിയാക്ഷൻ. നമുക്ക് അതിലേക്ക് ഒന്ന് കയറാം. ഇത്തരം മെറ്റബോളിക് സൈക്കിൾസ് അത് എവിടെയാണ് നടക്കുക? എന്താണ് അതിൻ്റെ സിനോണിംസ്? എന്താണ് സ്റ്റാർട്ടിങ് കോമ്പൗണ്ട്? എന്താണ് എൻഡിങ് കോമ്പൗണ്ട്? ആരാണ് കണ്ടുപിടിച്ചത്? ഈ വക ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞേ പറ്റുള്ളൂ. കാരണം തിയറി പരീക്ഷയായാലും എൻട്രൻസ് പരീക്ഷയായാലും അത് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കൊന്ന് കയറാം. ഫസ്റ്റ്, സൈറ്റ് ഓഫ് ഗ്ലൈക്കോലൈസിസ്. സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം ആകുമ്പോൾ പ്രോകാരിയോട്ടിലുണ്ട്, യൂകാരിയോട്ടിലുണ്ട്, പ്ലാന്റ്സിലുണ്ട്, അനിമൽസിലുണ്ട്. ഇപ്പോൾ എവിടെയും നടക്കാം. എയറോബ്സിലുണ്ട്, അനൈറോബ്സിലുണ്ട്. Starting substrate is 6-carbon glucose. End product is 3-carbon pyruvic acid. 2 molecule pyruvic acid ഉണ്ടാവും. Pyruvic acid is a ketonic acid, CH3COCOOH. ഈ ഗ്ലൈക്കോലൈസിന്റെ സിനോണിമാണ് EMP പാത്വേ. ആ പേര് വരാൻ കാരണം 3 സയന്റിസ്റ്റുകളാണ്. അവരുടെ ഫോട്ടോ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അവരുടെ പേര് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എംഡൻ, മെയർഹോഫ്, പാർനാസ്. അല്ല, EMP അവരുടെ ഓരോരുത്തരുടെയും പേരിന്റെ സെക്കൻഡ് ഹാഫിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സാണ്. ചിലപ്പോൾ എസ് എ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എക്സ്പ്ലെയിൻ EMP പാത്വേ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റണം ഇറ്റ് ഈസ് ഗ്ലൈക്കോലൈസിസ്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തേക്ക് പോകാനുള്ളത് അതിൻ്റെ കുറച്ചും കൂടെ ബയോകെമിക്കൽ ആസ്പെക്റ്റിലാണ്. അപ്പോൾ 2 സിമ്പിൾ സമ്മറി ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഗ്ലൂക്കോസിൽ നിന്ന് തുടങ്ങി 6 കാർബൺ എങ്ങനെ 2 പൈറുവിക് ആസിഡ് ആവും, 3 കാർബൺ ഈച്ച്. അതിൻ്റെ ഒരു ജസ്റ്റ് റെപ്രസെൻറ്റേഷൻ. എക്സോസ് 1,6 ബൈഫോസ്ഫേറ്റ്, ട്രയോസ് ഫോസ്ഫേറ്റ്, പൈറുവിക് ആസിഡ്. അടുത്തത് ഗ്ലൈക്കോലൈറ്റിക് സ്റ്റേജസ് ആണ്. 2 സ്റ്റേജ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് തിരിക്കാം. എനർജി നീഡഡ് ഫേസ്, അല്ലെങ്കിൽ പറയും ആക്ടിവേഷൻ ഓഫ് ഗ്ലൂക്കോസ്. 2 എനർജി പ്രൊഡക്ഷൻ ഫേസ്, അല്ലെങ്കിൽ വിളിക്കാം എക്സ്ട്രാക്ഷൻ ഓഫ് എനർജി. ആ ഏരിയ ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അടുത്തേക്ക് ഇനിയുള്ളത് നമുക്ക് അതിൻ്റെ റിയാക്ഷനാണ്. ഇത് മൊത്തത്തിൽ കാണുമ്പോൾ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരും. ഞാൻ അത് എഴുതി റെപ്രസെൻ്റ് ചെയ്തതാണ്, കാരണം എല്ലാ ഡീറ്റെയിൽസിനും വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ തന്നെ ഡെവലപ്പ് ചെയ്തത്. ഇതിൽ എങ്ങനെയാണ് നമ്മളിത് പഠിക്കുക? ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മളൊന്ന് പെർപ്ലക്സ്ഡ് ആവും, സംശയമൊന്നുമില്ല. ഏതുമായിട്ട് അങ്ങനെയാണ്, ആദ്യമായിട്ട് നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ചെറിയ കൺഫ്യൂഷൻ വരും. പക്ഷെ അത് 2-3 പ്രാവശ്യം നോക്കി കഴിയുമ്പോൾ അത് ഫെമിലിയർ ആവും. അങ്ങനെയാണ് നമ്മുടെ ലൈഫും. ഇവിടെ കെമിക്കൽ റെപ്രസെൻറ്റേഷനിൽ 2 ഹെഡിങ്ങിലാണ് ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആക്ടിവേഷൻ ഓർ എനർജി കൺസ്യൂമിങ് ഫേസ്, പേ ഓഫ് ഓർ എനർജി പ്രൊഡക്ഷൻ ഫേസ്. ആ 2 ഫേസുകളായിട്ടാണ്. ആദ്യം ഞാൻ എൻ്റെ സ്കെലറ്റൻ പറയാം. ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ്. ക്ലീവേജ് G3P, DHAP, 1,3 ബൈഫോസ്ഫോഗ്ലിസറേറ്റ്, 3 ഫോസ്ഫോഗ്ലിസറേറ്റ്, 2 ഫോസ്ഫോഗ്ലിസറേറ്റ്, ഫോസ്ഫെനോൾ പൈറുവേറ്റ്, പൈറുവേറ്റ്.
അത് ഒറ്റയടിക്ക് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അതിശയിക്കുക അത് എങ്ങനെയാണെന്നുള്ളത് പ്രാക്ടീസ് കൊണ്ട് മാത്രമാണ്. അത് ആ സ്കെൽട്ടൺ നന്നായി എഴുതി പഠിക്കുക. അതിനുശേഷം എങ്ങനെയാണിത് മൊത്തം പഠിക്കേണ്ടത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക, തിയറിയൽ എവിഡൻസ് ആയാലും എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ മെത്തേഡാണ് അവസാനം വരെ പ്രൊസീഡ് ചെയ്യേണ്ടത്. ഇതിനാദ്യം ഗ്ലൂക്കോസ് ഈ 6 കാർബൺ കോമ്പൗണ്ട്, അത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആവണം. അപ്പോൾ 6 കാർബൺ ആണ് ഗ്ലൂക്കോസും ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റും. പക്ഷേ ഗ്ലൂക്കോസിനെ വെച്ച് നോക്കുമ്പോൾ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിൽ ഫോസ്ഫേറ്റ് ആഡ് ചെയ്തു. ഈ ഫോസ്ഫേറ്റ് എവിടെ നിന്ന് വരിക? ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ATP. അപ്പോൾ അവിടെ ATP കൺസ്യൂം ചെയ്തു. സോ ഗ്ലൈക്കോലൈസിസ് സ്റ്റാർട്ട്സ് വിത്ത് കൺസംഷൻ ഓഫ് ATP. ഗ്ലൈക്കോലൈസിൻ്റെ എയിം എനർജി പ്രൊഡക്ഷൻ ആണ്, പക്ഷേ ആദ്യം ATP കൺസ്യൂം ചെയ്തുകൊണ്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബയോകെമിക്കൽ റിയാക്ഷൻസ് നിങ്ങൾക്കറിയാം, ലിവിങ് സിസ്റ്റത്തിൽ എൻസൈംസ് വേണം, കാറ്റലിസ്റ്റ് വേണം. ഇവിടുത്തെ കാറ്റലിസ്റ്റ് എക്സോകൈനേസ്. ഈ എക്സോകൈനേസ് എന്നുള്ളത് എങ്ങനെയാണ് ആ നോമൻക്ലേച്ചർ വന്നിട്ടുള്ളത്? ഗ്ലൂക്കോസ് 6 കാർബൺ, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് 6 കാർബൺ. അപ്പോൾ എക്സോ, ATP കൺസംഷൻ ഉണ്ട്, അപ്പോൾ കൈനറ്റിക്സ്, കൈനേസ്. ഇനി ഇതിൻ്റെ ആക്ടിവേറ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ടേമാണ് നിങ്ങൾക്ക് അറിയാം. ഇറ്റ് ഈസ് മെഗ്നീഷ്യം, Mg2+, എൻസൈം ഫംഗ്ഷൻ ലെവൻ, എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി ആക്ടിവേറ്റർ, ദാറ്റ് ഈസ് Mg2+. അപ്പോൾ ക്വസ്റ്റ്യൻ പലതരത്തിൽ വരാൻ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. വിച്ച് ഈസ് ദ ഫസ്റ്റ് എൻസൈം ഇൻ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഗ്ലൈക്കോലൈസിസ്? വിച്ച് ഈസ് ദ ആക്ടിവേറ്റർ ഓഫ് ദ ഫസ്റ്റ് എൻസൈം ഇൻ ഗ്ലൈക്കോലൈസിസ്? അപ്പോൾ ഇങ്ങനൊരു മെത്തേഡിലാണ് നമ്മളിത് പഠിച്ചു പോകേണ്ടത്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റായി, ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റായി, ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റായി. അവിടെ ക്ലീവ് ചെയ്തു. 2-3 കാർബൺ കോമ്പൗണ്ട്, G3P, DHAP, അവർ ഐസോമേഴ്സാണ്. അത് മുഴുവൻ ഞാൻ അവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എനർജി പ്രൊഡക്ഷനാണ്. G3P അല്ലെങ്കിൽ DHAP സെയിം പ്രൊഡക്റ്റാണ് പിന്നീട് തരിക. അതാണ് ഈ മൾട്ടിപ്ലൈഡ് ബൈ 2 എന്നുള്ള വാക്ക് വരാൻ കാരണം. ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ G3P എടുക്കാം, 1,3 ബൈഫോസ്ഫോഗ്ലിസറേറ്റ്, 3 ഫോസ്ഫോഗ്ലിസറേറ്റ്, 2 ഫോസ്ഫോഗ്ലിസറേറ്റ്, ഫോസ്ഫൈനോൾ പൈറുവേറ്റ്, എൻഡ് പ്രൊഡക്റ്റ് ഈസ് പൈറുവേറ്റ്. അപ്പോൾ 6 കാർബണിൽ തുടങ്ങി നമ്മൾ 3 കാർബണിൽ എത്തിപ്പറ്റി. 2 3 കാർബൺ കോമ്പൗണ്ട്. ഇപ്പോൾ ഇതിൽ എത്ര NADH പ്രൊഡ്യൂസ് ചെയ്തു, എത്ര വാട്ടർ, എത്ര കാർബൺ ഡൈ ഓക്സൈഡ്, എത്ര ATP, അത് മുഴുവൻ ഞാൻ അതിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഗ്രാജുവലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അടുത്തേക്ക് അതിൻ്റെ ഒരു നട്ട്ഷെൽ പോലെയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹൗ മെനി സ്റ്റെപ്സ് ആർ ദെയർ ഇൻ ഗ്ലൈക്കോലൈസിസ്? 10 സ്റ്റെപ്പാണ്. നമ്മൾ 9 കാണുള്ളൂ. 10ാമത്തെ കഴിഞ്ഞാൽ ആ 2 3 കാർബൺ കോമ്പൗണ്ട്സ് ഐസോമേഴ്സ് ആണ്, അവർ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനെ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് 10 സ്റ്റെപ്പ്. പേസ് മേക്കർ എൻസൈം, ഫോസ്ഫോ ഫ്രക്ടോ കൈനേസ്, PFK. ക്ലീവേജ് എൻസൈം, ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റിനെ ക്ലീവ് ചെയ്യുന്നത് ആൾഡുലൈസ്. ടോട്ടൽ ATP പ്രൊഡ്യൂസ് ഗ്ലൈക്കോലൈസിൽ മാത്രം 4. അതിൽ നിന്ന് 2 ഇനീഷ്യലി കൺസ്യൂം ചെയ്തു പോകും. അപ്പോൾ അതാണ് നെക്സ്റ്റ്. നെറ്റ് ATP പ്രൊഡ്യൂസ് 2. ടോട്ടൽ NADH പ്രൊഡ്യൂസ്ഡ്, ആ 1,3 ബൈഫോസ്ഫോഗ്ലിസറേറ്റ് ഫോം ചെയ്യുമ്പോഴാണ് 2 NADH ഫോം ചെയ്യുക, ദാറ്റ് ഈസ് 2. സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ഗ്ലൈക്കോലൈസിസ്, അവിടെ ക്ലീവേജ് 2-3 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാവും. ഓരോ 3 കാർബൺ കോമ്പൗണ്ടിലും 2 സബ്സ്ട്രേറ്റ് വെച്ച് നടക്കും, സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ. ഇനി അടുത്തത്, ഒരു ഗ്ലൂക്കോസ് ഗ്ലൈക്കോലൈസിന് വിധേയമാകണം, 2 പൈറുവിക് ആസിഡ്. സോ 6 കാർബൺ ഗ്ലൂക്കോസ്, 2 3 കാർബൺ പൈറുവിക് ആസിഡ്. പൈറുവിക് ആസിഡ് ഈസ് എ കീറ്റോണിക് ആസിഡ്, CH3 CO COOH. അടുത്തത്, എന്താണ് ഫ്ലോട്ടിംഗ് റെസ്പിറേഷൻ, എന്താണ് പ്രോട്ടോപ്ലാസ്മിക് റെസ്പിറേഷൻ? ഫ്ലോട്ടിംഗ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പിറേഷൻ വിത്ത് കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഫാറ്റ് ആണ് കോമൺ ആയിട്ടുള്ള റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് കിട്ടണില്ല, ഫാറ്റും കഴിഞ്ഞു. ഇനി അടുത്ത റെസ്പിറേഷനുള്ള സബ്സ്ട്രേറ്റ് ചാൻസ് പ്രോട്ടീനാണ്, പക്ഷെ ആ ഒരു ഇവൻറ്റ് വളരെ റെയറാണ്. എന്നിരുന്നാലും പ്രോട്ടീൻ വെച്ച് റെസ്പിയർ ചെയ്യാം എക്സ്ട്രീം കേസിൽ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കും പ്രോട്ടോപ്ലാസ്മിക് റെസ്പിറേഷൻ. ഇനി നമുക്കിതിലെ ലാസ്റ്റ് ഐഡിയ, റെസ്പിറേറ്ററി കോഷ്യൻ. എന്താണ് കോഷ്യൻ? കോഷ്യന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് എ റേഷ്യോ. ഇൻ്റലിജൻറ്റ് കോഷ്യൻ, ഇമോഷണൽ കോഷ്യൻ, പല ടൈപ്പ് കോഷ്യൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഒരു കമ്പാരിസൺ സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ RQയിൽ ആരൊക്കെ തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ബിറ്റ്വീൻ CO2 ബൈ O2. എത്ര കാർബൺ ഡൈ ഓക്സൈഡ്, എത്ര ഓക്സിജൻ, അവരുടെ റേഷ്യോ ആണ് RQ.
നമുക്ക് മെയിനായിട്ട് 5 വാല്യൂസ് ആണ് വരിക. അത് മാത്സ് ഓഫ് ഫോളോയിങ് ആണ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആണ്, എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ്, തിയറി ക്വസ്റ്റ്യൻ ആണ്. കാർബോഹൈഡ്രേറ്റിന്റെ RQ 1 ആണ്. 1 ആവണമെങ്കിൽ എന്ത് വേണം? CO2 O2 സെയിം വാല്യൂ വരണം. എന്നാൽ പ്രോട്ടീനിലേക്ക് വരുമ്പോൾ അത് 0.9 ആയി, ഫാറ്റിലേക്ക് വരുമ്പോൾ 0.7 ആയി, അതുപോലെ തന്നെ ഓർഗാനിക് ആസിഡിലേക്ക് വരുമ്പോൾ >1 ആയി. ഇനി അനൈറോബിക് റെസ്പിറേഷനിൽ എടുക്കുമ്പോൾ ഇൻഫിനിറ്റി, കാരണം അവിടെ O2 ഇല്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ഇതുവരെ കണ്ടത് ഒന്നും കൂടെ ഒന്ന് നോക്കാം. നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, 4 എണ്ണം പറഞ്ഞു. അതിൽ ആദ്യത്തെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെസ്പിറേഷൻ്റെ മീനിങ്, അല്ലെങ്കിൽ എന്തിനാണ് റെസ്പിറേഷൻ, എന്താണത് റിലീസ് ചെയ്യുക, എന്താണ് അവിടെ നടക്കുന്നത്, എനർജി കറൻസി, റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്, എന്തുകൊണ്ട് പ്ലാന്റ്സിലെ സ്പെസിഫിക് റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് ഇല്ല. അത് കഴിഞ്ഞാൽ ഇക്വേഷൻ ഫോർ റെസ്പിറേഷൻ. പിന്നെ ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ, കോമൺ പാത്വേ. കോമൺ പാത്വേ എന്ന് വരാനുള്ള കാരണം ഞാൻ പറഞ്ഞു, എയറോബിക്കും അനൈറോബിക്കിനും സെയിം ആണ് ആ സ്റ്റെപ്പ്. അത് എവല്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഹിസ്റ്റോറിക്കൽ ഇവന്റ് ഉണ്ട്, കാരണം പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ ഫ്രീ ഓക്സിജൻ ഇല്ല. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിന്റും കൂടിയാണ്. എന്തായാലും ഇതൊക്കെ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് അതിനുണ്ട്. പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ ഫ്രീ ഓക്സിജൻ ഇല്ല, സോ ഇറ്റ് ഈസ് അനൈറോബിക്. ഇനി ഗ്ലൈക്കോലൈസിലേക്ക് കയറി അതിൻ്റെ സൈറ്റ്, അതിൻ്റെ സ്റ്റാർട്ടിങ് സബ്സ്ട്രേറ്റ്, അതിൻ്റെ സിനോണിം, എൻഡ് പ്രൊഡക്റ്റ്. പിന്നെ 2 സിമ്പിൾ റെപ്രസെൻറ്റേഷൻ. അതിനുശേഷം ആ സൈക്കിൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു ഡയഗ്രാം. പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡാറ്റാസ്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡാറ്റാസ് കേട്ടോ. അത് കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് റെസ്പിറേഷൻ, പ്രോട്ടോപ്ലാസ്മിക് റെസ്പിറേഷൻ, RQ ഇമ്പോർട്ടൻ്റ് ആണ്. 5 വാല്യൂസ്. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെയും ഇവിടെ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ എനിക്കതനുസരിച്ച് മോഡിഫിക്കേഷൻ ചെയ്യാം. മറ്റേ ചാനലിൻ്റെ പേര് ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക്, ഇതിൻ്റെ പേര് എയ്സ് ബൊട്ടൈൻ. അപ്പോൾ നമുക്ക് തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. വി ക്യാൻ മീറ്റ് ലേറ്റർ with second part of respiration.